ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളെ പറ്റിയിട്ടാണ്. നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചു വരുന്ന എങ്ങനെയാണ് ബേസിക് ആയിട്ട് ലെറ്റേഴ്സ് പഠിക്കുന്നു, വേർഡ്സ് പഠിക്കുന്നു, പിന്നീട് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പഠിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയുമോ? അറിയില്ലെങ്കിലും അറിയാമെങ്കിലും ഒന്നുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. So the different types of sentences in English language is what we are going to discuss in today's class. And the first one is assertive or declarative sentence. See, assertive or declarative sentence. നമ്മൾ ആ ഒരു വേർഡിൽ തന്നെ നോക്കിക്കേ, assertion, declaration. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്രസ്താവന പറയുകയാണ്. സെൻറ്റൻസുകളെ നമ്മൾ മലയാളത്തിൽ വാചകങ്ങൾ എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അസേർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലുള്ള സെൻറ്റൻസ്. ആൻഡ് ഇറ്റ് യൂഷ്വലി എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പം മിക്കവാറുള്ള സെൻറ്റൻസുകൾ ഈ ഫോമിൽ തന്നെ ആയിരിക്കും. അസേർഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഡിക്ലറേഷൻ ആയിരിക്കാം. ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. I will come tomorrow. I will come tomorrow. ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്, ഞാൻ നാളെ വരും. ആ ഒരു സെൻറ്റൻസ് നോക്കിക്ക്, ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നു. ഇത്രയും സിമ്പിളാണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലുള്ള സെൻറ്റൻസ്. അതൊരു കാര്യം അസേർട്ട് ചെയ്യുകയായിരിക്കാം അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുകയായിരിക്കാം, അതൊരു ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. നമ്മൾ ആ നെയിമിൽ എല്ലാം നമുക്ക് നെയിമിൽ നിന്ന് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻറ്ററോഗേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? ക്രിമിനൽസിനെ പോലീസ് ഇൻറ്ററോഗേഷൻ നടത്തി എന്നൊക്കെ പറയുമ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയായിരിക്കും അല്ലേ? ദ സെയിം തിങ്, ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ഫോമിലായിരിക്കും ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നു, അതൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു സെൻറ്റൻസിന് ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഫോർ ഇൻസ്റ്റൻസ്, വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിൻ്റെ പേര്? അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യം എൻഡ് ചെയ്തപ്പോൾ നമ്മൾ എന്തിട്ടു? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. സോ ഇത്രയേ ഉള്ളൂ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഫോംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. ഓൾ റൈറ്റ്, നെക്സ്റ്റ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. എന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്? നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡ്, റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുമ്പോഴാണ് അതൊരു ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആജ്ഞാപിക്കുകയായിരിക്കാം മറ്റൊരു വ്യക്തിയോട്. സോ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇവിടെ എഴുതുകയാണ്. ഇറ്റ് ക്യാൻ ബി എ കമാൻഡ്, ആൻ ഓർഡർ ഓർ എ റിക്വസ്റ്റ്. ഒരു കാര്യം ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ യാചിക്കുന്നു, അതൊക്കെ ഇംപെറേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ക്ലോസ് ദ ഡോർ. ഡോർ അടയ്ക്കൂ. അതൊരാൾ എന്ത് ചെയ്യാണ്? ഒരു ഓർഡർ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പ്ലീസ് ഗിവ് മീ എ പെൻ. എനിക്കൊരു പെൻ തരുമോ? അതെന്താണ്? നമ്മളൊരു കാര്യം പ്ലീഡ് ചെയ്യുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ഇതും നമുക്ക് ആ നെയിം കാണുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സഡൻ ഇമോഷൻസിനെ കാണിക്കുന്ന സെൻറ്റൻസുകളായിരിക്കും. അത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നതും. ഓക്കെ, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്നുള്ള ഇമോഷനിൽ പറയാണ് ഓ മൈ ഗോഡ്, എന്നിട്ട് അത് എന്തിൽ എൻഡ് ചെയ്യുന്നു? എക്സ്ക്ലമേഷൻ മാർക്കിൽ എൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ കണ്ടിട്ട് പറയാണ് വാവ്, ഷീ ഈസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അതും എന്താണ്? പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് അതിൻ്റെ ഇമോഷൻ വൈസ് പറയുന്നതായിരിക്കും. അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്കൊന്ന് സമപ്പ് ചെയ്ത് പറയാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിനായിട്ട് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്?
അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. എന്തെങ്കിലും ഒരു കാര്യം അസേർട്ട് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു, അതായത് പ്രസ്താവന രൂപത്തിലുള്ള വാചകങ്ങൾ. ഓൾറൈറ്റ്. സെക്കൻഡ് വൺ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ. ഒരു ചോദ്യം ചോദിക്കുന്നു, ആ വാചകം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. തേർഡ് വൺ ഇംപെറേറ്റീവ് സെൻറ്റൻസ്. നമ്മൾ ഒരാളോട് ഒരു കാര്യം ഓർഡർ ചെയ്യുന്നു, കമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. ആ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്താണ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ആൻഡ് ഫൈനലി വി ഹാവ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയാൻ നമ്മളുടെ സഡൻ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ കാണിക്കുന്ന സെൻറ്റൻസുകളായിരിക്കും. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ബോർഡിൽ എഴുതിയിടാം. അപ്പം നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. കുറേ സെൻറ്റൻസ് കാണുമ്പോഴത്തേനും അതിൽ നിന്ന് ഏതൊക്കെയാണ് ഓരോ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ ബോർഡിലുണ്ട് അല്ലേ? ഈ സെൻറ്റൻസുകൾ ഓരോന്ന് നോക്കിയിട്ട് നമ്മളിപ്പോൾ പഠിച്ച ഒരു ഐഡിയ വെച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓൾറൈറ്റ്. സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെൻറ്റൻസ്. ഹൗ വെൽ ഹി ഡാൻസസ്. എത്ര മനോഹരമായിട്ടാണ് അവൻ ഡാൻസ് കളിക്കുന്നത്. അത് എപ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്? ഒരാൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരാൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വന്ന ഒരു ഫീലിങ്ങിലോ ഇമോഷനിലോ നമ്മൾ പറയുന്ന ഒരു കാര്യം. ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആയിരിക്കും? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും അല്ലേ? യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ. നെക്സ്റ്റ്, ഷീ ഈസ് എ സക്സസ്ഫുൾ ആർട്ടിസ്റ്റ്. നമ്മളൊരു കാര്യം ഡിക്ലെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, അവൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്നുള്ളത്. ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ അത് എന്ത് സെൻറ്റൻസ് ആണ്? ഒരു കാര്യം, ഒരു പ്രസ്താവന വരുമ്പോൾ ഇറ്റ് ഈസ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ. നൗ ദ തേർഡ് വൺ, പ്ലീസ് ബി സീറ്റഡ്. ദയവായി ഇരിക്കും. നമ്മൾ ഒരാളോട് ഒരു റിക്വസ്റ്റ് പോലെ, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഓർഡർ, കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ഓൾറൈറ്റ്. നെക്സ്റ്റ്, വാട്ട് എ ട്രാജഡി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരുന്ന ഈ ഇമോഷൻസ്, ഫീലിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ളത് മാത്രമാണോ? അല്ല. നമ്മൾ ഒരാളുടെ ട്രാജഡി കണ്ടിട്ട് പറയാനോ വാട്ട് എ ട്രാജഡി. അതും എന്താണ്? ഇമോഷനിൽ നിന്ന് ഫീലിംഗിൽ വന്നത്, വിച്ച് എൻഡ്സ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എന്ത് സെൻറ്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഓക്കെ. ഐ ഹാവ് 2 ഫ്രണ്ട്സ്. എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്. അതും എന്താണ്? ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. So what kind of sentence is this? It is declarative or assertive sentence. All right. Now the final one. Who told you this? നിന്നോട് ആരാണ് ഇത് പറഞ്ഞത്? അതെന്താണ്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം എൻഡ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലും. അപ്പോൾ ഇതെന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്? ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഏതൊരു സെൻറ്റൻസ് നമുക്ക് കിട്ടിയാലും അത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് പറയാൻ ഇന്ന് മുതൽ നമുക്കറിയാലോ അല്ലേ? ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ടിജൂസ് അക്കാഡമി ഫോളോ ചെയ്യൂ. ഉറപ്പാണ് വിജയം.